ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസ്മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ്, മീൻ അച്ചാർ. ഞാനിവിടെ ഉപയോഗിക്കുന്ന മീൻ മത്തിയാണ്. മത്തി എന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റി ചുളിക്കൊന്നും വേണ്ട. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല, അടിപൊളി ടേസ്റ്റാണ്. മത്തി കഴിക്കാത്ത ആൾക്കാർ വരെ കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 600 ഗ്രാം മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. മീനിൻ്റെ ഫ്രഷ്നെസ് പോരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വിനെഗർ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സമയം മീൻ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണിത് ഫ്രൈ ചെയ്യേണ്ടത്. നല്ലോണം മൊരിഞ്ഞു പോരുത്, കാരണം നമുക്കിതിൻ്റെ മുള്ളുകളൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ്. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുള്ളുകളൊക്കെ ഒന്ന് മാറ്റണം. ഇതിപ്പോൾ മുള്ളുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ മുള്ളുകളൊന്നും പ്രശ്നമില്ല, കാരണം ഇത് നമ്മൾ ഒന്നുകൂടി മൊരിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മുള്ള് കളഞ്ഞ് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. മീൻ ഓവറായിട്ട് മൊരിഞ്ഞ് പോകരുത് കേട്ടോ. ഈ ഒരു പാകമാകുമ്പോഴേ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അരക്കണ്ട, ചതച്ചാൽ മതി. ഇനി മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പൊടികളൊക്കെ എളുപ്പത്തിൽ കരിഞ്ഞു പോകും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മസാലകളും നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 100 ml ഒക്കെ ഉണ്ടാവും. ഇനി ടേബിൾ സ്പൂൺ കണക്കിലാണെന്ന് വെച്ചെങ്കിൽ 8 ടേബിൾ സ്പൂൺ. എരിവും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ മസാലകളും മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാതും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കണം. കുറച്ച് ഗ്രേവി വേണമല്ലോ അച്ചാറാകുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്.
പച്ചവെള്ളം നേരിട്ട് ഒഴിക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് തികയോ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഒഴിക്കാം. ഇപ്പം ചിലവർക്കൊരു സംശയം ഉണ്ടാവും, നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൂടെയെന്ന്. അതും പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവന്നു പോകും. ഇതിപ്പോൾ 1/4 കപ്പ് വെള്ളം പോരാ കേട്ടോ, അതങ്ങനെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഗ്രേവി മതിയാവും. ഇനി നമുക്കിത് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാറിയപ്പോൾ ഒന്നുകൂടി തിക്കായിട്ടുണ്ട്. ഈ അച്ചാറുണ്ടല്ലോ, ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ചപ്പാത്തിക്കും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മത്തിയാണെന്ന് തന്നെ ആർക്കും മനസ്സിലാവില്ല. കാരണം ചെമ്മീനച്ചാറുണ്ടല്ലോ, കറക്റ്റ് ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടണത്. ഒരു പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് തോന്നുന്നുണ്ട്. പിന്നെ മുള്ളില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം, മുള്ള കുത്തുന്നുള്ള പേടി വേണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.